നിങ്ങൾക്കെതിരെ വരുന്നു. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കി കളയാമെന്ന് ആരും ഇവിടെ കരുതണ്ട. ജനാധിപത്യം സോഷ്യലിസം ജിന്ദാബാദ്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കി കളയാമെന്ന് ആരും ഇവിടെ കരുതണ്ട. എന്തിനേറെ പറയുന്നു, ഈ റാഗിങ്ങിന് പിന്തുണ കൊടുക്കുന്ന അധ്യാപകരുണ്ട്. എന്തിനേറെ പറയുന്നു, ക്യാമ്പസിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ലഹരി മയക്കുമരുന്ന് മാഫിയകളെ തടയാൻ വേണ്ടി എന്ത് ചെയ്യാനാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം? വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തെ നിരോധിക്കാൻ ഇവർക്ക് ആവേശമാണ്. എന്താ വിഷയം? SFI വരും. അതുകൊണ്ട് SFI വരും. വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞാൽ ഇവരുടെ പേരിൽ ഒറ്റൊന്നേ ഉള്ളൂ, SFI. മറ്റ് സംഘടനകളൊക്കെ അവരുടേതായിട്ടുള്ള ജാതി മത സംഘടനകളുടെ അഫിലിയേഷനാ. അവർക്ക് വരാം. SFI വരും. SFI മത്സരിച്ച് ജയിക്കും. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകളെ അനുവദിക്കില്ല. പക്ഷെ ഏതൊക്കെയോ കൊടി ഇവിടെ കാണുന്നുണ്ട്. ഒറ്റ കാര്യം ഞങ്ങൾ പറയാം, ഞങ്ങൾ ഇവിടെ കയറുകയും ചെയ്യും. ഈ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഓരോ വിഷയത്തിലും ഞങ്ങൾ ഇനി ഇടപെടും. ഇനി ഏത് വർഗീയവാദി വന്നാലും, പച്ച ലീഗ് വന്നാലും, പഴുത്ത ലീഗ് വന്നാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ നേതാക്കന്മാർ ഇതിനുള്ളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള നിലപാട് ഞങ്ങൾ എടുക്കും. ഞങ്ങൾക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ ഇതിന്റെ അർത്ഥം. ഈ വിദ്യാർത്ഥി മരിക്കാനിടെ സാഹചര്യം എന്താ? സാഹചര്യം ഇത്ര മാത്രമേ ഉള്ളൂ. പരീക്ഷ പാസ്സാവുമെന്ന് സംശയമുണ്ട്. പരീക്ഷ പാസ്സാവുമോ സംശയം ഉണ്ടെങ്കിൽ അത് അദ്ദേഹം നോക്കിക്കോളും. അതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ അധ്യാപകൻ എന്താ വിഷയം? അധ്യാപകന്റെ വിഷയം എന്താ? അധ്യാപകന്റെ വിഷയം, ഈ അധ്യാപകന് വ്യക്തിപരമായി ഈ വിദ്യാർത്ഥിയെ കണ്ടുകൂടാ. ഈ വ്യക്തിവിരോധം തീർക്കലാണോ നിങ്ങളുടെ അധ്യാപനം? നിങ്ങൾ അധ്യാപനത്തിന്റെ ഏത് തോതിലാണ് കടന്നുപോയിട്ടുള്ളത്? ഈ ലോകത്തുള്ള മഹാരഥന്മാരായിട്ടുള്ള മുഴുവൻ മനുഷ്യരും അവരുടെ അക്കാഡമിക്സിൽ 100% വിജയിച്ചു വന്നവരൊന്നുമല്ല. നിങ്ങൾ കാണേണ്ടത്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സിവിൽ സർവീസ് പരീക്ഷയിൽ പാസ് പെർസെന്റേജ് ഉണ്ടാവുന്ന സംസ്ഥാനം ബീഹാറാണ്. ആ ബീഹാറിൽ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ സാക്ഷരതാ നിലവാരം 40-45%. അങ്ങനെയുള്ളിടത്ത് അവിടെ നിലവാരമില്ലാത്തതുകൊണ്ടാണോ? ഓരോ വിദ്യാർത്ഥിയും തങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഐച്ഛിക വിഷയങ്ങൾ എടുത്ത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പഠിക്കും. ചിലപ്പോൾ അവൻ പരാജയപ്പെടും, അവൻ ജയിക്കും. അതുമായി ബന്ധപ്പെട്ടതെല്ലാം അവനവൻ്റെതായ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള ആശയങ്ങളും കരുത്തും അവൻ നേടിയെടുക്കും. ഒറ്റൊന്നു മാത്രമേ നിങ്ങൾ നോക്കേണ്ടതുള്ളൂ, അവൻ ഈ സാമൂഹിക ചുറ്റുപാടിൽ ഈ സമൂഹത്തിലേക്ക് ഫിറ്റ് ചെയ്യുന്ന തരത്തിൽ ഈ സമൂഹത്തിലെ ഒരു നല്ല പൗരനായുള്ള ഒരാളെ നിങ്ങൾ വാർത്തെടുത്തോ എന്നുള്ളതാണ് ഓരോ അധ്യാപകനും നോക്കേണ്ടത്. നല്ലൊരു പൗരനെ നിങ്ങൾ വാർത്തെടുത്തുവെങ്കിൽ അതാണ് നിങ്ങളുടെ അധ്യാപനത്തിന്റെ ഏറ്റവും വലിയ മികവ്. അതല്ലാതെ ഇത്തരം നിലപാടുകളുമായി കടന്നുപോയാൽ ഈ തെറ്റായ നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ സമരവുമായി ഞങ്ങൾ ഇനിയും വരും. ഇവിടെ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ആവർത്തിച്ചു പറയാനുള്ളത്, ഇവിടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തെ എങ്ങനെയെങ്കിലുമൊക്കെ നിരോധിച്ചു കളയാമെന്നുള്ള നിലപാടിനപ്പുറത്തേക്ക് നിങ്ങൾ കാണേണ്ടത് ഇത്ര മാത്രമാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ നല്ല ജനാധിപത്യ ബോധം വേണം. ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ പണ്ടത്തെ പോലെ 6-7 കുട്ടികളുടെ വീടുകളിൽ നിന്നല്ല ഓരോ കുട്ടിയും കടന്നു വരുന്നത്. 2 കുട്ടികളായിരിക്കാം, ഒരാളായിരിക്കാം. ഈ മാനസിക സമ്മർദ്ദവും നിങ്ങൾ കൊടുക്കുന്ന ഈ പ്രഷറും ഒക്കെ താങ്ങാൻ അവർക്ക് കഴിയുന്നില്ല. ഇന്ന് മാനസിക ആരോഗ്യം ലോകത്ത് നമ്മുടെ സാധാരണ ഒരു ആരോഗ്യം പോലെ തന്നെ അതിനേക്കാൾ മുകളിലുള്ളതാണ്.
ആ മാനസിക ആരോഗ്യം, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ എന്തിനേറെ പറയുന്നു, ഇന്ന് കേരളത്തിലെ സർക്കാർ എല്ലാ കലാലയങ്ങളിലും, എല്ലാ കോളേജുകളിലും, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലുമെല്ലാം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടം കഴിഞ്ഞ കാലയളവിൽ എപ്പോഴെല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ക്യാമ്പസുകളിൽ നിന്ന് അവസാനിപ്പിച്ചോ അവിടെയൊക്കെ വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാടുകളുമായി ഇത്തരം അരാജകവാദികൾ കടന്നുകൂറിയിട്ടുണ്ട്. അവർ പല പേരിൽ അറിയപ്പെട്ടു. അവർ അധ്യാപകരെന്നറിയപ്പെട്ടു, അവർ പ്രിൻസിപ്പൾ എന്നറിയപ്പെട്ടു, അവർ വീണെന്നറിയപ്പെട്ടു, പല രൂപത്തിലും അവരറിയപ്പെട്ടു. ഈ രൂപത്തിലാണ് ഇങ്ങനെയുള്ള അധ്യാപനം തുടരുന്നതെങ്കിൽ ഇവിടെ ഞങ്ങൾ ഒരു കാര്യം പറയാം. ഞങ്ങൾ ഇവിടെ കടന്നു വരുമ്പോ ഞങ്ങൾ ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത് മയ്യിൽ ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കൊളച്ചേരി പഞ്ചായത്തിന്റെ ചുറ്റുവട്ടത്തുള്ളതുമായിട്ടുള്ള കുറച്ച് വിദ്യാർത്ഥികൾ ഇവിടെ പ്രകടനത്തിന് വരണം എന്നാണ്. മയ്യിൽ ഏരിയ കമ്മിറ്റിയുടെ പൂർണ്ണ ശക്തിയും ഉപയോഗിച്ചുള്ള ഒരു പ്രകടനമായിരുന്നു ഉള്ളിലെങ്കിൽ ഞങ്ങൾ ഇത്ര നേരം പോലീസുകാരോട് സംസാരിക്കുമായിരുന്നില്ല. ഞങ്ങൾ കയറി ഇന്ന് അവിടെ ഇരിക്കുമായിരുന്നു. ഒറ്റ കാര്യമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, ഇവിടെ ആ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരെല്ലാം ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് പരാതി ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്, ആരൊക്കെയാണോ കുറ്റക്കാർ അവരെല്ലാം ഈ കലാലയത്തിന്റെ പടിമുറ്റത്ത് നിന്ന് ഇനി ഒരിക്കലും ഇവിടെ കടന്നു വരാത്ത വിധത്തിൽ അവരെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള നടപടി എടുക്കുന്നത് വരെയും ഞങ്ങൾ ഇതിന് പുറകിൽ തന്നെ ഉണ്ടാകും എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുകയാണ്. ഞങ്ങൾക്ക് നാടകങ്ങളൊന്നും അറിയില്ല. ഞങ്ങൾ വന്ന് നാടകം കാണിച്ച് വെറുതെ രണ്ടാൾക്ക് കൈയും കൊടുത്ത് ഞങ്ങൾ പോയില്ല. ഇവിടുത്തെ മാനേജ്മെന്റിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിടുപണി ചെയ്യുന്ന നിലപാടും ഞങ്ങൾക്കില്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുകയാണ്. ഞങ്ങൾക്ക് ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂ, ആ വിദ്യാർത്ഥിയുടെ ജീവൻ പൊലിയേണ്ടതായിരുന്നില്ല. അവൻ ഈ മണ്ണിൽ, ഈ ഭൂമിയിൽ ഒരുപാട് കാലം ജീവിക്കേണ്ടവനായിരുന്നു. ആ ജീവിതത്തെ ചോദ്യം ചെയ്യാൻ ഏത് രാജാവിനും മഹാരാജാവിനും അധികാരമില്ല. തന്റെ ജീവിതത്തെ നിർണ്ണയിക്കാനുള്ള പൂർണ്ണാധികാരം ഈ രാജ്യത്തിന്റെ ഭരണഘടന ഒരു മനുഷ്യന് കൊടുത്തിരിക്കുന്നു. അതിനെ ചോദ്യം ചെയ്ത ആര് തന്നെയാണെങ്കിലും അവർ കൽത്തുറങ്കിലേക്ക് പോകേണ്ടവരാണ്. അവർക്കെതിരെയുള്ള നിലപാടുമായി SFI ഈ സമരരംഗത്ത് തന്നെ ഉണ്ടാകും. പ്രിൻസിപ്പൽ ലീവ് എടുത്തു പോയത് കൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും അവസാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് ഘട്ടത്തിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SFIയുടെ നിലപാടുണ്ടാകും. ഇന്നിപ്പോ ഞങ്ങൾ ഇങ്ങനെയാണ് വന്നത്, എന്താണ് അടുത്ത ഘട്ടത്തിലെ നിലപാടെന്ന് നോക്കും. അങ്ങനെയല്ല എങ്കിൽ മയ്യിൽ പ്രദേശത്ത് നിന്ന് മുഴുവൻ വിദ്യാർത്ഥികളെയും അണിനിരത്തി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഒരു മാർച്ച് നടത്തും. ആ മാർച്ച് സ്വാഭാവികമായും കണ്ണൂർ KAP പോലും ആളുകളെ കൊണ്ടുപോയി ഇറക്കിയാൽ മതിയാവില്ല. ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമാണ്, ഈ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട് നടന്ന സമഗ്രാന്വേഷണത്തിൽ എന്തൊക്കെയാണോ കണ്ടെത്തൽ അതിനനുസരിച്ച് നടപടി ഉണ്ടാകണം. അയാളെ ഈ അധ്യാപനത്തിൽ തുടരാൻ അനുവദിക്കരുത്, പുറത്താക്കണം. അതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൾ, അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതിയാണെങ്കിൽ അദ്ദേഹത്തെ ഉൾപ്പെടെ നടപടിയെടുത്ത് പുറത്താക്കുന്നത് വരെയും ഈ സമര രംഗത്ത് ഞങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുഴുവൻ പേരെയും ജിന്ദാബാദ്